കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ള എന്ന വലിയ നേതാവിനെ തോൽപ്പിക്കാനായി ഒരു വേള CPM നിയോഗിച്ചിരുന്ന വ്യക്തിയായിരുന്നു പറയുന്ന ഐഷ പോറ്റി. ഐഷ പോറ്റി ഈ CPM എന്ന് പറയുന്ന സംഘടനയിൽ എപ്പോഴും ജനപ്രിയതയുള്ള നേതാക്കളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സ്വഭാവം CPMന് എന്നും ഉള്ളതാണ്. അപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം വരെ ഐഷ പോറ്റിയെ വിജയിച്ചു വന്നു. അതിൽ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചു. അതിനുശേഷവും ഐക്യജനാധിപത്യ മുന്നണിയുടെ മറ്റ് സ്ഥാനാർത്ഥികളെയും തോൽപ്പിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ ഈ ഐഷ പോറ്റി പാർട്ടിക്ക് അതീതമായി വളർന്നു എന്നൊക്കെ ഒരു തോന്നലിൽ ഐഷ പോറ്റിയെ വല്ലാതെ സംഘടനയിൽ നിന്ന് അവർ മാറ്റി നിർത്തുന്ന ഒരു രീതി വന്നു. അവരൊരു കടുത്ത ദൈവവിശ്വാസിയാണ്. അവർ ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി കോവിൽ അമ്പലത്തിൽ പോകുന്നത് തെറ്റാണ്. അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ അവിടെ കാണുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ മാത്രം പാർട്ടിയുടെ നേതാവായിരിക്കാം, പക്ഷെ ഒരു MLA ജനപ്രതിനിധിയോ ആകുമ്പോൾ അവിടെ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ്. ഇത് കണ്ട് കുരുപൊട്ടി പാർട്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഒരു മാറ്റി നിർത്തലും അനുഭവപ്പെട്ട് ഒരു വേള അവർ സഹിക്കാവുന്നതിനപ്പുറം സഹിച്ച് ഒടുവിൽ ഇപ്പോൾ കൊട്ടാരക്കരയിൽ അവർ കോൺഗ്രസിലേക്ക് വരുന്ന രീതിയിലേക്കാക്കി. കാര്യം ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു വല്ലാത്ത ജലസിയാണ് ചില നേതാക്കളോട്. കാര്യം സംഘടനയെക്കാളും വളർന്നു പോയോ, അത് സംഘടനയിൽ ഒരു 10 പേരെടുത്താൽ 10 പേർക്കുള്ളതൊന്നുമല്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പറയുന്ന രീതിയിൽ ഐഷ പോറ്റി എന്ന ജനപ്രിയയായിട്ടുള്ള ഒരു നേതാവാണ്. അവരിപ്പോൾ കോൺഗ്രസിലേക്ക് പോയി. അവർ ഒരു വേള BJPയുമായി ചർച്ച നടത്തിയിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ BJPയുടെ ഒരു നേതാവ്, കൊല്ലത്തെ ഒരു നേതാവ് ഇപ്പോൾ പറയുന്നു. അത് ബോധപൂർവം CPMന്റെ ഒരു വക്താവായിക്കൊണ്ട് തന്നെ ഈ പറയുന്ന BJPയുടെ ആൾക്കാർ തന്നെ സംസാരിക്കുന്നതല്ലേ എന്ന സംശയം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്ന സാഹചര്യം നമുക്കറിയാം. കുറേ നാളുകൾക്ക് മുൻപ്, 1-2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ 2 അല്ല 3 തവണ മത്സരിച്ച് വിജയിച്ച് MLA ആയിരുന്ന ആളാണ് ഐഷ പോറ്റി. പക്ഷേ എന്നിട്ട് പോലും 30 വർഷത്തോളമുള്ള CPMലെ പ്രവർത്തനം, അതിൽ 15 വർഷം MLA ആയിരുന്നു. എന്നിട്ട് പോലും ഒരു മന്ത്രിസ്ഥാനം പോലും ലഭിക്കാതിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതെ, പക്ഷെ കിട്ടിയില്ല. പിന്നീട് നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത് പോലെ CPMന്റെ നല്ല CPM നേതാക്കൾ അല്ലെങ്കിൽ നല്ല CPM പ്രവർത്തകർ, നല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെല്ലാം പാർട്ടി വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഐഷ പോറ്റി പോയപ്പോൾ ഐഷ പോറ്റി ആയിരുന്നു എന്ന് തോന്നുന്നു കോൺഗ്രസിലെ ആദ്യ വിസ്മയമായി കോൺഗ്രസിലേക്ക് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ BJPയിൽ നിന്നുള്ള ചില നേതാക്കന്മാർ വന്നുകൊണ്ട് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഐഷ പോറ്റി BJPയുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പിന്നെ BJPയിൽ എടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഐഷ പോറ്റിയെ പോലെ ഒരു നേതാവ് BJPയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും BJP കൈന്നിട്ട് സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു വിഷയത്തിൽ ഐഷ പോറ്റി ഇപ്പോൾ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പലരും തന്നെ വന്ന് കണ്ടിരുന്നു. സ്വാഭാവികമാണ്, താൻ പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തി കൂടുന്ന സാഹചര്യത്തിൽ പല പാർട്ടിക്കാരും ഇത്തരത്തിൽ ഐഷ പോറ്റിയെ പോയി കണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ നേഷൻ ഫസ്റ്റ് ഇതിനു മുൻപ് എടുത്തിരുന്ന ഐഷ പോറ്റിയുമായി എടുത്തിരുന്ന ഇന്റർവ്യൂവിലാണെങ്കിൽ പോലും അവരത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷെ അന്നൊക്കെ അവർ കൃത്യമായി CPM പ്രവർത്തക തന്നെയായിരുന്നു. പാർട്ടി വിട്ടു പോകുന്നതിനെ കുറിച്ച് അവർ പൂർണ്ണമായ ഒരു ധാരണയിൽ എത്തിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് BJP നേട്ടം കൊയ്യാൻ ഐഷ പോറ്റി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ BJPക്ക് വഴങ്ങാതെ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും BJPക്ക് ഐഷ പോറ്റിയോട് ഉണ്ടാകുന്ന ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വാശിയാണ് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന BJPയുടെ നേതാക്കന്മാർ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനേക്കാളുപരി CPMന്റെ ഒരു കളി ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതിൽ സംശയം തോന്നുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം CPMനെ സംബന്ധിച്ച് ഐഷ പോറ്റി അവിടെ നിന്ന് പോയത് തീർച്ചയായും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. കാരണം ഐഷ പോറ്റിയെ പോലെ ഇത്രയും ജനപ്രീതിയുള്ള, ഇത്രയും ജനപ്രിയയായിട്ടുള്ള 30 വർഷത്തോളമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന CPMന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു നേതാവ് അവർ MLA ആയിരുന്ന സമയത്തൊക്കെ തന്നെയും കൊട്ടാരക്കരയിൽ കൃത്യമായ വികസനം കൊണ്ടുവന്നിരുന്നു. അവർ എപ്പോൾ മത്സരിച്ചാലും അവിടെ ഒരു കൃത്യമായ വോട്ട് പിടിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ കോൺഗ്രസിൽ നിന്നും സ്ഥാനാർത്ഥിയായാൽ CPMന്റെ കയ്യിൽ നിന്നും മണ്ഡലം പോകുമെന്നുള്ള കൃത്യമായ ബോധ്യം CPMനുണ്ട്. അതിനേക്കാളുപരി കൊട്ടാരക്കര മണ്ഡലം ലക്ഷ്യം വെച്ചിരുന്ന ഈ പറയുന്ന അഖിൽ മാരാറിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹമാണെങ്കിൽ പോലും സീറ്റ് ലഭിക്കില്ല, ഐഷ പോറ്റി വിസ്മയം തീർത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്ന സാഹചര്യത്തിൽ കൊട്ടാരക്കര ഐഷ പോറ്റിക്ക് തീർച്ചയായും ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് വന്നപ്പോൾ മണ്ഡലം ലഭിക്കില്ല എന്നുള്ള ഒരു നിരാശയുടെ പുറത്ത് പാർട്ടി വിട്ടുപോയ വ്യക്തിയാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ ഐഷ പോറ്റിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളെ നമ്മൾ കാണുന്നുണ്ട്.
ഇതിനെല്ലാം കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ഐഷ പോറ്റിക്കുള്ള ബേസിൽ ഈ പറയുന്നവരെല്ലാം തന്നെയും ഭയപ്പെടുന്നുണ്ട്. കൊട്ടാരക്കര ഉന്നം വെച്ച് നോക്കുന്ന BJP ആയിക്കോട്ടെ, CPM, പ്രത്യേകിച്ച് CPM ആയിക്കോട്ടെ, ഐഷ പോറ്റിയുടെ ഈ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ ഐഷ പോറ്റി CPM നിന്ന് പോയപ്പോൾ ആ ഒരു വ്യക്തി മാത്രമല്ല പാർട്ടി വിട്ടിരിക്കുന്നത്. ഐഷ പോറ്റി അനുകൂലിക്കുന്ന, ഐഷ പോറ്റിയോട് ഇഷ്ടമുള്ള ഒരുപാട് പേർ, ഒരുപാട് പ്രവർത്തകർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐഷ പോറ്റിക്ക് സ്വാഭാവികമായ അവിടെയുള്ള ഒരു ബേസ് അല്ലെങ്കിൽ ഒരു വോട്ട് ഷെയർ തീർച്ചയായും അത് കോൺഗ്രസിലേക്കും പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വളർച്ചയെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ, കോൺഗ്രസ് തന്നെയായിരിക്കണം BJPക്ക് തിരികൊളുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവിടുന്നത്. കാരണം BJPയുമായി ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒന്ന് മടിക്കും വോട്ട് ചെയ്യാൻ. അത് തന്നെ ആയിരിക്കണം ഇവിടെ CPMഉം BJPയും ലക്ഷ്യം വെക്കുന്നത്. അല്ല, ഇതില് കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് ഈ പറയുന്ന പോലെ ഐഷ പോറ്റി വരുന്നത്. ഐഷ പോറ്റിയുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കുടുംബമാണ്. അത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പലതവണ. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഐഷ പോറ്റി UDF പാളയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബേജാറാകുന്നത് LDF ആണ്, പ്രത്യേകിച്ച് CPM ആണ്. കാര്യം ഇപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ എനിക്ക് നിരവധി സുഹൃത്തുക്കൾ കൊട്ടാരക്കരയിലുണ്ട്. അവരോടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ ഇവർ ഈ കോൺഗ്രസിലേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ മാധ്യമ മേഖലയിൽ നിൽക്കുന്നവരാണ്. അവരൊക്കെ തന്നെ പറഞ്ഞു ഈ പറയുന്ന പോലെ ഈ ഐഷ പോറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ പോകാനായി തന്നെ ഈ CPM കളിക്കുന്നുണ്ട്. കാര്യം അവരെ തേജോവധം ചെയ്യുക എന്നുള്ള ഒരു എയിം അവരുടെ CPMനകത്ത് തന്നെ കൊട്ടാരക്കര. ഇപ്പോൾ ബാലഗോപാലാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ ഐഷ പോറ്റിയെ മാറ്റി നിർത്തിയിട്ട് ജയിച്ചത്. അപ്പോൾ ഈ പറയുന്ന പോലെ അവർ മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും എന്ന് എന്നോട് പറഞ്ഞ നിരവധി സുഹൃത്തുക്കൾ കൊട്ടാരക്കര തന്നെയുള്ള പ്രാദേശികമായിട്ട് ചാനൽ രംഗത്തുള്ളവർ, അല്ലാതെയുള്ള മറ്റ് റിപ്പോർട്ടർമാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അപ്പോൾ ഐഷ പോറ്റിക്കുള്ള ജനസമ്മതി ഈ പറയുന്ന പാർട്ടിക്ക് ജനകീയ അടിത്തറയുള്ളവരെ CPMന് എന്നും വല്ലാത്ത ഒരു ചൊറിച്ചിലാണ് അവരോട്. അപ്പോൾ അത് സഹിക്കാവുന്നതിൻ്റെ നെല്ലിപ്പലകയാണ് അവർ അത് സഹിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു സഹതാപ വോട്ടും ശരിക്കും CPM അവരെ വല്ലാതെ മൃഗീയമായി വേട്ടയാടി സംഘടനാ തലത്തിൽ എന്ന് അവിടുത്തെ ജനത്തിനറിയാം. അപ്പോൾ ബാലഗോപാൽ അവിടെ ഒരിക്കൽ കൂടി മത്സരിക്കുന്നു എന്ന് പറയുന്നത്, ബാലഗോപാൽ ചിലപ്പോൾ അവിടെ വിട്ട് കൊല്ലത്തേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒളിച്ചോടി പോകാൻ വരെ സാധ്യതയുണ്ട്. അത് CPMന് ഒരു തോൽവിക്ക്, ബാലഗോപാലിന്റെ തോൽവിക്ക് അല്ലെങ്കിൽ CPMന്റെ തോൽവിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ BJP കൊണ്ട് അത് പറയിപ്പിക്കുന്നത് അവർ നിന്ന തട്ടകത്തിൽ അവരെ പുറത്തിറക്കുന്നതിൽ പങ്കുവെച്ച CPM തന്നെ. തീർച്ചയായിട്ടും ഇതിന് കാരണം എന്ന് പറയുന്നത് CPMൽ പാർട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം, പാർട്ടിക്ക് അതീതമായി അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് അതീതമായി മറ്റു പ്രവർത്തകർ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാർ വളരുകയാണെങ്കിൽ പാർട്ടിയിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ലെവൽ, ഈ CPM പാർട്ടിയെ നമുക്കറിയാം എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ചു അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങിച്ചു. കൃത്യമായി പിണറായിക്ക് മുകളിൽ ശൈലജ ടീച്ചർ വളരുന്നു എന്നുള്ള ഭയമായിരുന്നു. അതുപോലെ തന്നെയാണ് ഐഷ പോറ്റിയുടെ കാര്യത്തിലും. പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ മുകളിലേക്ക് മറ്റുള്ളവരെ വളരാൻ അനുവദിക്കില്ല. എപ്പോഴും നിൽക്കുന്ന സ്റ്റേജിൽ തന്നെ നിൽക്കുക, അതിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്തൊരു നിലയിലേക്ക് പോകുന്നതിന് അവർക്ക് താങ്ങില്ല, മാനസികമായും അവർ അതിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഐഷ പോറ്റിക്ക് ഇങ്ങനെ ഒരു വളർച്ചയുണ്ടായി എന്ന് കണ്ട സമയത്ത് പൂർണ്ണമായും അടിച്ചമർത്തണം അല്ലെങ്കിൽ ഇല്ലാതെയാക്കണം, പാർട്ടിയിൽ തന്നെ തുടരണം, പക്ഷെ അധികാര സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തണം. ഇതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ ഐഷ പോറ്റിയെ പോലെയുള്ളവരൊക്കെ തന്നെ നമ്മൾ ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞതുപോലെ ഐഷ പോറ്റിയെ മന്ത്രിസ്ഥാനത്ത് വരുന്ന സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ കൃത്യമായ ഒരു സ്ഥാനം തന്നെ നൽകേണ്ടി വരുമായിരുന്നു. തീർച്ചയായിട്ടും മന്ത്രിയാകാനുള്ള യോഗ്യത ഈ പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നു. അതെ, അത് ഒരു ബോധപൂർവ്വം. അത് ഹർഷ പറഞ്ഞതുപോലെ ആ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ ചില നേതാക്കൾ, ചില അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ശേഷം ആരും വരാൻ പാടില്ല, അവരുടെ ഒത്തുകളി തന്നെയായിരുന്നു ഈ പറയുന്ന ഐഷ പോറ്റിയെ അവിടെ കൊണ്ടുവരരുത്, അവർ മന്ത്രിയാകരുത്. കാര്യം അവരെക്കാളും ജൂനിയറായ പലരെയും ഈ പാർട്ടി അന്ന് മന്ത്രിസഭയിൽ അവർ പരിഗണിച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവിനെ അറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാപ്സൂളുകൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ പറയുന്ന പോലെ കൊട്ടാരക്കരയുള്ള ജനത്തിനുണ്ട്. നമ്മൾ ഈ പറയുന്നതിലൊന്നുമല്ല രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കാൻ പോകുന്നത് ബാലഗോപാൽ ഇനി എവിടെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത്. ബാലഗോപാൽ ഇനി എവിടെ ഇടം കിട്ടും? ബാലഗോപാൽ എന്നല്ല, CPM ഇനി അടുത്ത ഐഷ പോറ്റിയെ ഈ എത്രത്തോളം സംഘടനാ തലത്തിൽ അവരെ പീഡിപ്പിച്ചോ. ഐഷ പോറ്റിക്കെതിരെ മത്സരിക്കാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPMൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം എങ്ങനെയാകും എന്നുള്ളത്.